പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ നിരവധി ആക്രമണങ്ങൾ നാനാദിക്കിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർണ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബാഹ്യശത്രുക്കൾ, പുറത്തുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവർ വരുത്തുന്ന വിപത്തിനേക്കാൾ ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും അവരുണ്ടാക്കുന്ന ഏറ്റവും മോശമായ പ്രതിച്ഛായകൾ ഇവ ആന്തരിക ശത്രുക്കൾ എന്നറിയപ്പെടുന്ന മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരും മുസ്ലിം സമൂഹത്തിലെ സംഘടനകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ കൊടിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് നിന്ന് തന്നെയുള്ള ശത്രുക്കളാണ്. തൗഹീദിനെ നിരക്കാത്ത, ഏകദൈവ വിശ്വാസത്തിനൊരിക്കലും ഭൂഷണമല്ലാത്ത നാനാതരം വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കാനും ഇസ്ലാമിക സമൂഹത്തെ ഏറ്റവും മോശമായ രൂപത്തിൽ ചിത്രീകരിക്കാനും ഉതകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും നാം വളരെ വ്യക്തമായ രൂപത്തിൽ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിൽ തഴച്ചു വളരുകയാണ്. നവോത്ഥാന പരിശ്രമങ്ങളുടെ ഫലമായി നേരത്തെ പിറകോട്ട് പോയിരുന്ന പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുതിയ കാലത്ത് പുതിയ വേഷവും പുതിയ ഭാഷയും സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഓരോ കാലത്തും പുതിയ പുതിയ ഔലിയാക്കന്മാരും സിദ്ധന്മാരും രംഗത്ത് വരുന്നു. പുതിയ പുതിയ കൾട്ടുകൾ രൂപമെടുക്കുന്നു. അവർ പാമരന്മാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ചൂഷണം ചെയ്തുകൊണ്ട് തഴച്ചു വളരുകയാണ്. മഖ്ബറകൾ, മഖാമുകൾ, ദർഗകൾ, ശവകുടീരങ്ങൾ, ഇങ്ങനെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ കൂടി മുസ്ലിം സമൂഹത്തിന്റെ വികാരം ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ വ്യവസായവും വ്യാപാരവും വാണിജ്യവും വളർത്താമോ ആ വഴികളെല്ലാം അവലംബിച്ചുകൊണ്ടാണ് അവരുടെ പോക്ക്. ഓൺലൈനിൽ അവ തകർത്താടുന്നു. ഓഫ്ലൈനിൽ ഒരു കാലഘട്ടത്തിൽ ഈ ശാപം ഈ സമുദായത്തെ ഗ്രസിച്ചിരുന്നു. എത്രത്തോളം ഇവർ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തുമുള്ള ഓട്ടോറിക്ഷക്കാരും ടാക്സി കാറുകാരും വരെ ഇത്തരം ആളുകളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നാണ് വളരെ സൂക്ഷ്മമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കമ്മീഷൻ അടിസ്ഥാനത്തിലാകുന്നു അവർ പ്രവർത്തിക്കുന്നത്. ഒരു കാലത്ത് തെക്കൻ കേരളമായിരുന്നു ഇതിന്റെ വളക്കൂറുള്ള മണ്ണ്. ഇന്ന് നമ്മുടെ മലബാർ പ്രദേശത്ത് ഏറ്റവും ജുഗുപ്സാവഹമായ രൂപത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ തകർത്താടുകയാണ്. മലബാർ ഭാഗത്തേക്ക് വന്നാൽ 36 വർഷം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മരിച്ച് മറമാടപ്പെട്ട
ഒരു മുസ്ലിയാരാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഖുതുബുൽ ആലം എന്നുവരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയാണ് പടച്ചവൻ എന്നുവരെയുള്ള ഗാനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ വിശ്വസിക്കാനും അവർക്കാവശ്യമായ പിന്തുണ കൊടുക്കുവാനും സമുദായത്തിൽ ആളുകളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന വാർത്തയാണ്, ഗർഭം ധരിച്ച തന്റെ ഭാര്യയെ ആശുപത്രിയിൽ അയക്കാതെ വീട്ടിൽ തന്നെ പ്രസവിപ്പിച്ച് അതിന്റെ മരണത്തിനിടയാക്കിയതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലും വിചാരണയിലും കഴിയുന്ന ഒരു വ്യക്തി. ആ സ്ത്രീ കരഞ്ഞു പറഞ്ഞിട്ടും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അയാൾ തയ്യാറായില്ല. തന്റെ മന്ത്രവും ചികിത്സയും ഉറുക്കും പിഞ്ഞാണുമെഴുത്തും കൊണ്ട് ആ സ്ത്രീയെ കൊന്നിരിക്കുകയാണ് ആ മനുഷ്യൻ എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുകയാണ്. എന്തൊക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ ഈ ഔലിയായെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ അറിയണം. ഇതിന്റെ ഏറ്റവും ലജ്ജാകരമായ വശം, ഇസ്ലാമും മുസ്ലിങ്ങളും ഏത് രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു, ഏത് രൂപത്തിൽ ഇതര സമുദായത്തിലെ ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ അവരുടെ മായാവി കഥകളെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്കും അറിയണം. വളരെ കൃത്യമായ അറിവിന്റെ പേരിലാകുന്നു ഞാനിത് പറയുന്നത്. ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെയിൻ പെട്ടെന്ന് കൈകാട്ടി നിർത്തി തനിക്കാവശ്യമുള്ള സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് യാത്ര പോകേണ്ടി പോകുന്നു. അപകടത്തിൽപ്പെട്ട ഒരു കപ്പൽ അദ്ദേഹത്തിന്റെ ആജ്ഞാനുസാരം മറ്റൊരു ദിക്കിലേക്ക് പോവുകയും രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. സൗദി ജയിലിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ സുരക്ഷിതനായി വീട്ടിൽ തിരിച്ചു വരികയാണ് ഒരു രാത്രി കൊണ്ട്. പെട്രോൾ തീർന്ന കാർ പച്ചവെള്ളം ഒഴിച്ച് അതിനെ ഓടിപ്പിക്കുന്ന വിദ്യയും ഇദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ്, ബിദ്അത്ത് എന്താണ്, യഥാർത്ഥമായി ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ യുവാക്കൾ ഇസ്ലാമിൽ നിന്നകന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും മടിയിൽ തലചായ്ക്കാൻ നിർബന്ധിതരാകുന്നു എന്ന സത്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. അവർ കാണുന്ന ദീൻ ഇതാണ്, അവർ മനസ്സിലാക്കുന്ന ഇസ്ലാമിക ആദർശം ഈ പറയുന്നതാണ്. ഇന്ന് ശാസ്ത്രവും ടെക്നോളജിയും വികസിച്ചു കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ അൽഫ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എക്സ് തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കാൻ ഒരു സമൂഹത്തിലെ യുവാക്കൾക്ക് സാധിക്കാതെ വരുന്നുവെങ്കിൽ ഇത്തരം ഖുറാഫാത്തും ഖുസഅബലാത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാകുന്നു അതിന് കാരണക്കാർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ്. ഈ ആഭ്യന്തര ശത്രുക്കളാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപം. ഒരു സമുദായം നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി കൈകാലിട്ടടിച്ച് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ വളർത്തി തങ്ങളുടെ വ്യവസായം മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്ത് വളർത്താനാകുന്നു ജുഗുപ്സാവഹമായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽപ്പെട്ട ആളാണെന്ന് വീരവാദം മുടക്കിക്കൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നാം അറിയണം. അദ്ദേഹത്തിന്റെ വീട്ടിൽ കിണർ കുടിച്ച് ഒരു കൊടി നാട്ടിയിരിക്കുന്നു. മുറാദുകൾ ഹാസിലാവാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഈ കൊടിമരത്തിൽ നോട്ടുകൾ ഇട്ടാൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിറവേറും എന്നയാൾ വീരവാദം മുടക്കിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിൽ സമ്പാദിച്ചിരിക്കുന്നു. പാമരന്മാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും അജ്ഞതയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ ഏതെല്ലാം രൂപത്തിൽ ചൂഷണം ചെയ്യാമോ ആ രൂപത്തിലെല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം മനുഷ്യരെ എല്ലാം വിട്ടിപ്പോൾ ജിന്ന് ലോകത്താകുന്നു വ്യാപരിക്കുന്നത്.
ജിന്നുകളോട് സഹായം തേടാമോ? ജിന്നുകളെ വിളിക്കാമോ? നമ്മുടെ മേശവലിപ്പിലോ അലമാരിയിലോ ജിന്നിന്റെ സാന്നിധ്യമുണ്ടോ? അടുക്കളയുടെ ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ജിന്നുകൾ ഉണ്ടാവും, അവയുടെ മേലാകാൻ പാടില്ല. ഈ ജിന്നുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് രോഗം ശമനമാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കാം. അത് ശിർക്കാവുകയില്ല, അത് തൗഹീദിനെതിരാവുകയില്ല എന്നെല്ലാം പറയുന്ന ഒരു കാലഘട്ടത്തിലെ ഉൽപ്പതിഷ്ഠ വിഭാഗം എന്ന് പറയുന്ന ആളുകളുടെ ഭിന്നിച്ചുണ്ടായ കക്ഷികൾ ഇതിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയണം, അവരും വാസ്തവത്തിൽ ഈ സമുദായ ഹൃദയത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാദപ്രതിവാദങ്ങൾ, കണ്ണന മണ്ഡനങ്ങൾ, പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ, ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതര സമുദായങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താണ് മനസ്സിലാക്കുക? ഒരു പ്രവാചകൻ 23 വർഷം കൊണ്ട് ഒരു ജനതയെ സംസ്കരിച്ച് ലോകത്തിന്റെ നായകന്മാരാക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന സമുദായത്തെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കുന്നതിൽ വിജയിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഈ പ്രവാചകൻ പഠിപ്പിച്ചതാണോ വാസ്തവത്തിൽ ഇതെല്ലാം? ഇതര സമുദായങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാത്തരം അനാചാരങ്ങളും ഈ സമുദായത്തിലേക്ക് പകർത്തി തങ്ങളുടെ ബിസിനസ് കൊഴുപ്പിക്കുകയാണവർ. ഇസ്ലാമിലുണ്ടോ ചന്ദനക്കുടം? ഇസ്ലാമിലുണ്ടോ ഉറൂസ്? ഇസ്ലാമിലുണ്ടോ ദർഗകൾ? ഇസ്ലാമിലുണ്ടോ മരിച്ചുപോയ ആൾക്കാരോട് സഹായം തേടൽ? ഇത്തരം അനാചാരങ്ങൾക്ക് ഇസ്ലാമിൽ പഴുതുണ്ടോ? നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ടോ? ഖുലഫാഉർ റാഷിദുകൾ കാണിച്ചു തന്നിട്ടുണ്ടോ? താബിഈകളും താബിഈകളുടെയും വിശദമായ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഇവിടെ മുമ്പിൽ വെക്കുകയാണ്. നബി തിരുമേനി പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ ചര്യയാണ്. ആരുടെ ചര്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ചര്യ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞ ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. മറ്റാരെന്ത് കൊണ്ടുവന്നാലും അത് വലിച്ചെറിയാനുള്ള ആർജവം നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾക്കും യുവാക്കൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. തമസ്സകൂ ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കണം. ഈ ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദി, വഅല്ലു അലൈഹാ ബിന്നവാജിദി, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. ഏത്? നബിയുടെ സുന്നത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത്. ഇത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് യഥാർത്ഥത്തിൽ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന നൂതന നിർമ്മിതങ്ങളായ പ്രവർത്തനങ്ങളെയും ആശയങ്ങളെയും നിങ്ങൾ തീർച്ചയായും സൂക്ഷിക്കണം. കാരണം നൂതന നിർമ്മിതികൾ പലതും ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാകുന്നു, എല്ലാ വഴികളും നരകത്തിലാണ്. വളരെ കൃത്യമായ നിർദ്ദേശമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? വളരെ കൃത്യമായ രൂപത്തിൽ മനുഷ്യ ജീവിതത്തിൽ ശിർക്ക് ഒരിക്കലും കടന്നുകൂടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ശിർക്കിന്റെ ലാഞ്ചന പോലും വിശ്വാസത്തിലോ പ്രവർത്തനത്തിലോ കടന്നുകൂടാൻ പറ്റില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസംഗിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ സത്യവിശ്വാസികളെ, ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക, ഈ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. മറ്റൊരു ഹദീസിലെ വാക്കുകൂടി നാം ഈ പാഠഭേദത്തിന് വിധേയമാക്കിയാൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത നിറമുള്ള ഒരു കരിങ്കല്ലിന് പുറത്ത് ഒരു ഉറുമ്പരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തതുപോലെ
ഒരു ഉറുമ്പരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ശിർക്ക് കടന്നു വരും. ബഹുദൈവാരാധനപരമായ വിശ്വാസങ്ങൾ, സംസ്കാരങ്ങൾ. നബി എന്താ പറഞ്ഞത്? പൂർവ്വ സമുദായങ്ങളുടെ ആചാരങ്ങളും രീതികളും നിങ്ങൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റും. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിവരദോഷികളായ നിങ്ങൾ ആ ഉറുമ്പിന്റെ മാളത്തിലേക്ക് കടന്നു ചെല്ലും. അനുകരണ ഭ്രമത്താൽ തിരുമേനി പഠിപ്പിക്കുക. ഇതല്ലേ നമുക്ക് സംഭവിക്കുന്നത്? മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ തൗഹീദിന്റെ വ്യക്തമായ സ്വച്ഛമായ ആദർശം മനസ്സിലാക്കാതെ തങ്ങൾ വിട്ടേച്ചു പോകുന്ന ശിർക്കിലേക്കും ബഹുദൈവാരാധനയിലേക്കും വീണ്ടും വീണ്ടും കടന്നു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കരിങ്കല്ലിൽ ഇഴയുന്ന ഒരു ഉറുമ്പിനെ കാണാൻ സാധിക്കാത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്കിങ്ങനെ കടന്നു വരും. അപ്പോൾ സഹാബിമാർ ചോദിച്ച റസൂലെ, ഇത്രയും സൂക്ഷ്മമായ രൂപത്തിൽ കടന്നു വരുന്ന ശിർക്കിനെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കാണാൻ കഴിയുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. അല്ലാഹുവേ, ഞങ്ങൾക്കറിയുന്ന ശിർക്കിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അറിയാത്ത ശിർക്കിൽ ഞങ്ങൾ നിന്നിൽ അഭയം തേടുകയാണ്. നാനാഭാഗത്തു നിന്നും ശിർക്ക് ഞങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാണ് നേര്, ഏതാണ് നുണ, ഏതാണ് വെളിച്ചം, ഏതാണ് ഇരുട്ട്, ഏതാണ് സ്വർഗം, ഏതാണ് നരകം, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്നറിയാതെ കണ്ട് ഞങ്ങൾ അതിൽ പെട്ടുപോകുന്ന അവസ്ഥയിൽ എന്താണ് റസൂലെ ചെയ്യേണ്ടത്? റസൂൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ അശ്ശിർകു അഖ്ഫാ ഫീ ഉമ്മത്തി മിൻ ദബീബിൻ നംൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക, എന്റെ സമുദായത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ അല സഫാ ഫിൽ ലൈലത്തിൽ വൽമാ, ഇരുൾ മൂടിയ രാത്രിയിൽ കരിമ്പാറകളിൽ ഉറുമ്പ് കടക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലയോ, അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് ഇങ്ങനെ കടന്നു വരും ഒരു കാലഘട്ടത്തിൽ. ഇതിൽ ഏറ്റവും ചെറിയ തട്ടിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അൻ തുഹിബ്ബ അലാ ശൈഇൻ മിനൽ ജൂർ. ഭരണാധികാരികൾ, നാട്ടിലെ ഭേദപ്പെട്ട ആളുകൾ, നാട്ടിലെ രാജാക്കന്മാർ, അങ്ങനെ തുടങ്ങിയിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ വെള്ളപൂശാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നീതിക്ക് വേണ്ടി ആരെങ്കിലും നിലകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരോട് ശത്രുത പുലർത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾ ജീവിക്കുക. നബി തിരുമേനി പറയാണ്, അതൊരു ശിർക്കിന്റെ വകഭേദമാണ് എന്നർത്ഥം. അക്രമവും അനീതിയും അധർമ്മവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് സമരസപ്പെട്ടും പൊരുത്തപ്പെട്ടും താദാത്മ്യം പ്രാപിച്ചും ജീവിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിക്കും. ഇവക്കെതിരിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാവുകൊണ്ടോ പ്രഭാഷണങ്ങൾ കൊണ്ടോ പ്രചാരവേലകൾ കൊണ്ടോ ആരെങ്കിലും ഒരു ചെറു പ്രതിരോധം തീർത്തു കഴിഞ്ഞാൽ അതിനെ വെറുക്കുകയും അതിനെ വിധ്വംസക പ്രവർത്തനമായി, ഭീകര പ്രവർത്തനമായി ജനമധ്യത്തിൽ ചിത്രീകരിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതയായിരിക്കും നിങ്ങൾക്ക്. അത് ശിർക്കിന്റെ വകഭേദമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. നമ്മൾ ചിന്തിക്കണം. വളരെ കൃത്യമായ രൂപത്തിൽ നബി തിരുമേനി ഇത് പഠിപ്പിച്ചിരിക്കെ എന്താണ് ബിദ്അത്ത് നാം അറിയണം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നൂതന നിർമ്മിതമായ എല്ലാം ബിദ്അത്തിന്റെ നിർവചനത്തിൽപ്പെടും. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം. ജീവിത സമ്പ്രദായങ്ങൾ, നമ്മുടെ പതിവുകൾ, രീതികൾ, ശീലങ്ങൾ, അടിസ്ഥാനപരമായി ഇതെല്ലാം നല്ലതും ശരിയുമാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റെ വ്യക്തമായ നിർദ്ദേശം എതിരിൽ വരാത്തിടത്തോളം എല്ലാ കാര്യങ്ങളും ഹലാലാണ്, അനുവദനീയമാണ്. മനസ്സിലായില്ലേ? അതായത് അൽ ഖാഇദത്തു ഫിൽ ആദാത്തി വസായിരിൽ മുആമലാത്തി ഹുവൽ ഹിൽ. ജീവിത സമ്പ്രദായങ്ങൾ, ശൈലികൾ, ജീവിത രീതികൾ, അതേപോലെ തന്നെ ഇടപാടുകൾ, ഇവയിലെല്ലാം അടിസ്ഥാനപരമായുള്ള നിയമം അവയൊക്കെ ഹലാലാണ് എന്നാണ് വളരെ കൃത്യമായ രൂപത്തിൽ
ശാരിആയ അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ട് ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് പറയാത്തിടത്തോളം എല്ലാ കാര്യങ്ങളും അനുവദനീയമാണ്. നമ്മൾ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന കരാറുകൾ, കച്ചവടത്തിന്റെ വിവിധ രൂപങ്ങൾ, ഭക്ഷണം, പാനീയം, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, വ്യവസായങ്ങൾ, വാണിജ്യം, നൂതനമായ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ പുരോഗതികൾ, ഇവയെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ രംഗമാണ്. അവിടെ നൂതന നിർമ്മിതിയുടെ വിദഗ്ധത്തിന്റെയോ പ്രശ്നമില്ല. അമ്മൽ ഇബാദാത്ത്, അതേ സന്ദർഭത്തിൽ ഇബാദാത്തുകളിൽ കൃത്യമായ രൂപത്തിൽ ഈ പറയുന്നതിനെതിരാണ്. അതിൽ അസ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്താണോ അള്ളാഹു പറഞ്ഞത്, എന്താണോ റസൂൽ പറഞ്ഞത്, അതേ നിങ്ങൾക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ, നമസ്കാരം ഇബാദത്ത്. നമസ്കാരത്തിൽ ഇത്ര റുകൂഅ്, ഇത്ര സുജൂദ്, ഇവയെല്ലാം വളരെ കൃത്യമായ രൂപത്തിൽ നബി തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നു. ഒരാൾക്ക് ഭക്തി തോന്നിയിട്ട് എന്റെ വക ഒരു 4 സുജൂദ് ചെയ്യട്ടെ ഞാൻ, അല്ലെങ്കിൽ എന്റെ വക ഞാൻ ഒരു 2 റുക്കൂ അധികം ചെയ്യട്ടെ എന്ന് പറയാൻ ഒരാൾക്ക് അനുവാദമില്ല. ഇബാദാത്തിന്റെ കാര്യത്തിൽ എന്താണോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അത് കൃത്യമായ രൂപത്തിൽ പിൻപറ്റാൻ മാത്രമേ ഒരു മുസ്ലിമിന് അവകാശമുള്ളൂ. അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട പ്രവർത്തനങ്ങൾ, നരകത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തേണ്ട പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായി നാം ഒന്നും ചെയ്യേണ്ടതില്ല, അതിൽ കുറവായും നാം ചെയ്യേണ്ടതില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ഇങ്ങനെ ദാഹാർത്തരായി മഹ്ശറയുടെ മുറ്റത്ത് ദാഹിച്ച് ദാഹിച്ച് ആയിരക്കണക്കായ കൊല്ലങ്ങൾ നിൽക്കുമ്പോൾ, ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസത്തിൽ വിചാരണ കാത്ത് മനുഷ്യരിങ്ങനെ കഴിയുമ്പോൾ എല്ലാവരും ദാഹജലത്തിന് വേണ്ടി, ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ ജലാശയം അവിടെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം വരുമ്പോൾ ഞാൻ കൈകൊണ്ട് തടയും, അരുതേ അരുതേ, ഇങ്ങോട്ട് വരാൻ പാടില്ല. അള്ളാഹു പറയും ഇങ്ങോട്ട് വരേണ്ടതില്ല. മലക്കുകൾ പറയും നിങ്ങൾക്ക് അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ദയാവായ്പ കൊണ്ട് അവർക്ക് ജലം കൊടുക്കാൻ അവരിങ്ങോട്ട് വരട്ടെയോ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, നിനക്കറിയില്ല. നിന്റെ കാലശേഷം അവർ ദീനിൽ എന്തെല്ലാം തിരുത്തലുകൾ നടത്തി, എന്തെല്ലാം ബിദ്അത്തുകൾ ഉണ്ടാക്കി, എന്തെല്ലാം അനാചാരങ്ങൾ സൃഷ്ടിച്ചു, ഏതെല്ലാം ചന്ദനക്കുടങ്ങൾ ഉണ്ടാക്കി, ഏതെല്ലാം ഉറൂസുകൾ ഉണ്ടാക്കി, ഏതെല്ലാം മായാവി കഥകൾ ഉണ്ടാക്കി എന്ന് മുഹമ്മദ് നിനക്കറിയില്ല. ഈ രൂപത്തിൽ അവർ ദീനിനെ വളരെ മോശമായ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നീ എന്നോട് തർക്കിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞു. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ആ പ്രവാചകത്വം സാക്ഷ്യപ്പെടുത്താനും സത്യപ്പെടുത്താനും അല്ലാഹു അമാനുഷമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അറിയാലോ, അതിനെന്താ പറയാ അറബിയിലെ മുഅ്ജിസത്തുകൾ, അമാനുഷമായ പ്രവർത്തനങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിന്റെ സാധൂകരണം സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. എന്തൊക്കെയാ? ഒന്ന്, അദ്ദേഹത്തിന് വടി കൊടുത്തു. وما تلك بيمينك يا موسى قال هي عصاي اتوكل عليها واهش بها على غنمي ولي فيها مآرب اخرى. വലത്തെ കൈയുള്ള വടി ചൂണ്ടിയിട്ട് അല്ലാഹു ചോദിക്കുന്നു, മൂസ എന്താണിത്? അദ്ദേഹം പറയുന്നു, അല്ലാഹുവേ, ഇതെന്റെ വടിയാണ്, ഞാൻ കുത്തിപ്പിടിച്ച് നടക്കും. എന്റെ ആടുകൾക്ക് ഇല ആവശ്യം വരുമ്പോൾ പ്ലാവിലെ തല്ലിക്കൊഴിച്ചു കൊടുക്കും. വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫഅൽഖിഹാ യാ മൂസ, അല്ലാഹു കൽപ്പിക്കുന്നു, മൂസ നിലത്തിടൂ അത്. നിലത്തിട്ടപ്പോൾ അതിങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന ഇഴയുന്ന പാമ്പായി തീർന്നു. അത് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത അമാനുഷമായ ദൃഷ്ടാന്തമായിരുന്നു. ഒന്ന്. രണ്ടാമത്, വല്ലൂം യദകൈല ജനാഹിക തഖ്റുജ് ബൈളഅ മിൻ ഗൈരി സൂഇൻ ആയത്തുൻ ഉഖ്റ.
നിന്റെ വലത് കൈ കക്ഷത്തിലേക്ക് ചേർത്ത് വെക്കുക, അത് പുറത്തെടുക്കുമ്പോൾ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങും. അത് രണ്ടാമത്തെ ദൃഷ്ടാന്തം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യങ്ങൾ സംഭവിച്ചു. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു, പാണ്ഡരോഗികളെ സുഖപ്പെടുത്തിയിരുന്നു, ജീവൻ നൽകിയിരുന്നു, അന്ധന്മാർക്ക് കാഴ്ച നൽകിയിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ എന്താണ് സൂക്ഷിച്ച പദാർത്ഥങ്ങൾ, വിഭവങ്ങൾ എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. പ്രത്യേകമായ ദൃഷ്ടാന്തമായിരുന്നു അത്. സാലിഹ് നബി അലൈഹിസ്സലാം, അള്ളാഹു അദ്ദേഹത്തിന് എന്താ ആയത്ത് കൊടുത്തത്? ഒരു പാറയിൽ നിന്നും ഒരു ഒട്ടകം ഇങ്ങനെ പുറത്തു വരുന്നു. അമാനുഷ ദൃഷ്ടാന്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും ഉണ്ടായിരുന്നു മുഅ്ജിസത്ത്. നബി തിരുമേനി വളരെ കുറഞ്ഞ ഭക്ഷ്യപദാർത്ഥങ്ങൾ ധാരാളമായ ആളുകൾക്ക് തിന്നാൻ പാകത്തിൽ അള്ളാഹു അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. നബി തിരുമേനി ഒരു പാത്രത്തെ ഇങ്ങനെ കൈവച്ചു കഴിഞ്ഞാൽ തന്റെ വിരലിൽ കൂടി ഉറവകൾ പൊട്ടിയൊഴുകുന്ന രൂപത്തിൽ, ജനങ്ങൾ ആ വെള്ളം കുടിക്കുന്ന രൂപത്തിൽ അമാനുഷമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തു. നബിയോട് കല്ലുകളും മരങ്ങളും സംസാരിച്ചു, പാറകൾ സംസാരിച്ചു, മരങ്ങൾ നബി തിരുമേനിക്ക് സലാം ചൊല്ലി, നബി തിരുമേനിയെ സലാം മടക്കി. ഇതൊക്കെ അള്ളാഹു കാണിച്ച അമാനുഷമായ ദൃഷ്ടാന്തങ്ങളായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അതവരാ കാലഘട്ടത്തിൽ ജീവിച്ചു, അതോടുകൂടി ഇത് കഴിഞ്ഞു. പക്ഷേ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മഹത്തായ ദൃഷ്ടാന്തം അള്ളാഹു നബി തിരുമേനിക്ക് കൊടുത്തു. അത് ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അതിന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ ഭാഷയിലും വാക്കിലും ആശയത്തിലും ആദർശത്തിലും വിവരണത്തിലും സമീപനങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഓരോന്നോരോന്നായി. അവരുടെ ശരീരത്തിൽ തന്നെ, അവരിൽ തന്നെയും ചക്രവാളങ്ങളിലും കാണിച്ചു കൊടുക്കും അല്ലാഹു. എന്തിനു വേണ്ടിയാണ്? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഇസ്ലാം, ഈ ഖുർആൻ സത്യമാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ ബോധ്യപ്പെടുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കുള്ള അനശ്വരമായ അമാനുഷ ദൃഷ്ടാന്തമാണ്. ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നീടുള്ള കാലഘട്ടം മഹാന്മാരായ സച്ചരിതന്മാരായ ആളുകൾക്കുള്ള കാലഘട്ടമാണ്. സദ്വൃത്തരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതകാലത്ത് അവർ മുഖേന ചില അത്ഭുതകരമായ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് വരാം. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ട നാം ന്യായമായും പറയുന്നു, ശറഹുൽ അഖായിദിൽ വിവരിച്ചതുപോലെ കറാമാത്തുൽ ഔലിയായി ഹഖ്ഖുൻ. ഔലിയാക്കന്മാർക്ക് കറാമത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. പക്ഷേ അത് കച്ചവടച്ചരക്കാക്കാൻ പാടില്ല. അതിന്റെ പേരിൽ വ്യവസായങ്ങൾ വളർത്താൻ പാടില്ല. ആരാ ഔലിയാക്കന്മാർ? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീകളായ ആൾക്കാരാകുന്നു അള്ളാന്റെ ഔലിയാക്കന്മാർ. നമസ്കരിക്കാത്തവരാണോ? നോമ്പ് നോൽക്കാത്തവരാണോ? ഒരിക്കൽ പോലും പടിഞ്ഞാറോട്ട് തിരിയാത്തവരാണോ? ശരീഅത്തുകൾ പാലിക്കാത്തവരാണോ? ഭ്രാന്തന്മാരാണോ? വ്യാജന്മാരാണോ? ഒരിക്കലുമല്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീങ്ങളായ ആൾക്കാരാകുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. മുത്തഖീങ്ങളായ ആൾക്കാർ മാത്രമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കറാമത്തുകൾ കാണിച്ചു കൊടുക്കും. പക്ഷെ ഈ പറയുന്ന രൂപത്തിലൊന്നുമല്ല. ചില അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ, പ്രകൃതി വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ ചില കാര്യങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് വരാം. ഇത് വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഖാഹിറുൽ ബഗ്ദാദി, അബുൽ ഖാസിം അൽ ഖുശൈരി, ഇബ്നു തൈമിയ്യ, ഇമാം നവവി മുതലായ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതാകുന്നു കറാമത്ത്. ഇതിനപ്പുറം അത് വിറ്റ് കാശാക്കുന്ന പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും വ്യാപാരങ്ങളുമാണ് എന്ന് മഹാന്മാരായ ആ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ഇതാകുന്നു ഇസ്ലാമിന്റെ വളവും തിരിവുമില്ലാത്ത ഋജുവായ മാർഗം. മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയും ഭിന്നിപ്പും ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം അതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? മൻ യുബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നോക്കണം,
لأن الله يقول اليوم أكملت لكم دينكم وأتممت عليكم نعمتي. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ? ഇസ്ലാമിൽ ഇതേ രൂപത്തിലുള്ള നൂതനാശയങ്ങൾ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് സൽപ്രവർത്തനങ്ങളാണ് എന്ന് കണ്ടിട്ട് ഇതേപോലെയുള്ള ദുരാചാരങ്ങളും വിദഅത്തുകളും ആരെങ്കിലും ഉണ്ടാക്കി പ്രോത്സാഹിപ്പിച്ചാൽ ഫഖദ് സഅമ, അയാൾ വാദിച്ചിരിക്കുകയാണ് അന്ന മുഹമ്മദൻ ഖാന റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്ത് എന്ന് പറയുന്ന ആ ദൗത്യത്തെ വഞ്ചിച്ചിരിക്കുന്നു എന്നാൾ പറയാണ്. കാരണം എന്താ? അല്ലാഹ് പറഞ്ഞ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ബിലക്കുൽ ഇസ്ലാമ ദീന എന്നല്ലേ അല്ലാഹു പറഞ്ഞത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീനിനെ പരിപൂർണമായ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമായ രൂപത്തിൽ തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൽപ്പിക്കാത്ത കാര്യങ്ങൾ ബിദ്അത്തായി ഈ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ പ്രവാചകത്വ ദൗത്യമായ റിസാലത്ത് വേണ്ട രൂപത്തിൽ നിറവേറ്റിയിട്ടില്ല എന്നാകുന്നു അതിനർത്ഥം എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വളരെ ശ്രദ്ധിക്കണം. ബിദ്അത്തിന്റെ രൂപം ഇങ്ങനെയൊക്കെ പറയാം. ചില പ്രത്യേക മാസങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക നോമ്പുകൾ, നമസ്കാരങ്ങൾ സമുദായത്തിൽ ഉണ്ടാക്കുക. റജബ് 27-ന്, അതുപോലെ തന്നെ മറ്റു ചില മാസങ്ങളിൽ പ്രത്യേകമായ പദവിയുണ്ട്, സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേകമായ സമയമോ പ്രത്യേകമായ കാലമോ ആരാധനകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക. അത് ഇസ്ലാമിൽ അനുവദനീയമല്ല. സുന്നത്ത് നോമ്പ് ഏതൊക്കെയാണ് തിരുമേനി പഠിപ്പിച്ചു? തിങ്കളും വ്യാഴവും, അയ്യാമുൽ ബീദ്, ഇവയെല്ലാം സുന്നത്താണ്. മുഹറം, അറഫ ഒക്കെ പഠിപ്പിച്ചു. അതിനു പുറമെ സ്വന്തം വകയായിട്ട് കുറെ നോമ്പ് ഇങ്ങോട്ട് ഉണ്ടാക്കുക. മിഅ്റാജിനൊരു നോമ്പ്, അതേപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിൽ ഒരു നോമ്പ്. ഇതൊന്നും ഇസ്ലാമിൽ യാതൊരു പ്രമാണവുമില്ലാത്ത കാര്യങ്ങളാണ്. കൂടാതെ ചില പ്രത്യേകമായ രൂപത്തിൽ അല്ലാഹു 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 എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കും. ഇതൊക്കെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഇമാം ഗസ്സാലിയുടെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പിൽക്കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പ്രമാണങ്ങളാണ്. ഒരു കൂട്ടർ ഇങ്ങനെ വന്ന് പറയാം അല്ലാഹ് 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 എന്നൊരു പ്രത്യേകമായ ഈണത്തിലും ശബ്ദത്തിലും ഒരു കൂട്ടർ ലഹരിയോടുകൂടി ഉന്മാദ നൃത്തം നടത്തിക്കൊണ്ട് താളം വെച്ചുകൊണ്ട് വട്ടത്തിൽ കറങ്ങിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് നടത്തുന്ന ഇബാദത്തുകൾ ഒരിക്കലും ഇസ്ലാമിലെ ഇബാദത്തുകളല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന് ശേഷം തന്നെ ചില പ്രത്യേകമായ ഈണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ താളാത്മകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണതയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടില്ല. പിൽക്കാലഘട്ടത്തിൽ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളായി ഇത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ, സോഷ്യൽ മീഡിയയാണ് ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രചാരണ മാധ്യമം. ചില പ്രത്യേകമായ ദിക്റുകൾ 5000 വട്ടം 50,000 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന അഭിവൃദ്ധി ഉണ്ടാകും. 1 കോടി, ഇപ്പൊ അങ്ങനെയാക്കും, 1 കോടി നിങ്ങൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ കൂടി പ്രത്യേകമായ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ റസൂലിലേക്ക് എത്തിച്ചു കൊടുക്കും. ഞങ്ങൾ ഇതിന്റെ ഏജന്റുമാരാണ്. ഇപ്പൊ പുതിയതാണ്. വാട്സപ്പിൽ കൂടി 1 കോടി സലാത്ത് നിങ്ങൾ ദാനമായി ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഞങ്ങൾ കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങളെല്ലാ മുറാദും ഹാസിലാകും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഈ രൂപത്തിൽ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ധാരാളക്കനെ ആളുകളുണ്ട്. അതേപോലെ തന്നെ പ്രചാരവേലകളുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇത്തരം വിദഅത്തുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും തിക്തമായ ഫലങ്ങൾ, സമുദായത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നതകൾ, സമുദായത്തെ പിറകോട്ടടിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ യഥാർത്ഥമായ ഇസ്ലാമിനെ തിരിച്ചറിയാൻ തീർച്ചയായും ശ്രമിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്തരം ആചാരങ്ങളല്ല, ഇത്തരം അനാചാരങ്ങളും ആട്ടങ്ങളും പാട്ടുകളുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്താണോ വ്യക്തമായ രൂപത്തിൽ പഠിപ്പിച്ചത് അവയെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിലും പരിശുദ്ധ ഖുർആനിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവയല്ലാത്ത എല്ലാം
നൂതന നിർമ്മിതങ്ങളാണെന്നും അവയെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണെന്നും മനസ്സിലാക്കാൻ നമ്മുടെ സമുദായത്തിലെ ആളുകൾക്ക് സാധിക്കണം. ഇതിൽ നിന്നും മുക്തമായ വിശുദ്ധമായ ഒരു ഇസ്ലാമിനെ പഠിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതാണ് തീർച്ചയായും ഈ സമുദായത്തിന് അതിജീവനത്തിന്റെ മന്ത്രം, അതാണ് അതിജീവനത്തിന്റെ മാർഗം എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു